ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് നൽകുകയും ചില മണ്ഡലങ്ങളിൽ UDFന് അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് കാണുന്ന ചില മണ്ഡലങ്ങളിൽ അവർ BJPക്ക് വിജയിക്കാൻ വോട്ട് നൽകുകയും ചെയ്യുന്ന ഒരു UDF-BJP ഡീല് ഞങ്ങൾ കണ്ടു. അത് ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ വന്നിട്ട് CPM-നെതിരായിട്ട് പ്രസംഗിച്ചത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രസംഗിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴും കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തക്ക രീതിയിലാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രേരണയിലാണ് രാഹുൽ ഗാന്ധി പിണറായിക്കെതിരായും കേന്ദ്ര ഏജൻസികൾ ഇടപെടണം എന്ന ആവശ്യവും ഡീലിന്റെ പ്രശ്നവും എല്ലാം പറഞ്ഞതെന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് നേതാവായ ഹിറ്റ്ലറിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസിന്റെ നേതാവായ തെലങ്കാന മുഖ്യമന്ത്രി പരസ്യമായ നിലപാട് സ്വീകരിച്ചതായി പത്രങ്ങളിലൊക്കെ വാർത്ത വരികയുണ്ടായി. അപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ നിലപാട് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഫാസിസ്റ്റ് നേതാവിൻ്റെ അനുയായിയെ പോലെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതും പഴയ അടിയന്തരാവസ്ഥ കാലഘട്ടവും കൂട്ടിച്ചേർത്താൽ ഏത് തരത്തിലുള്ള അമിതാധികാര നിലപാടും മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ആളുകൾ എന്ന് വ്യക്തമാകുന്ന ഒന്നാണ്.